നടക്കുമ്പോ ഹിജ്റയുടെ 8-ാം വർഷം അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിച്ച മുഴുവൻ ആളുകളും മുമ്പിലുണ്ടായിരിക്കെ കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ടാണ് നബി ചോദിച്ചത്. മുഴുവൻ ആളുകളും, എല്ലാ ക്രിമിനലുകളും ഹബീബിന്റെ മുന്നിലുണ്ട്. പഞ്ചപുച്ഛമടക്കിയവർ കീഴടങ്ങിയിരിക്കുന്നു, ആയുധം വെച്ച് കീഴടങ്ങി. നബി തങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടല്ല മക്ക കീഴടക്കുന്നത്. തക്ബീറിന്റെ മുഴക്കം, ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഉച്ചരിച്ചു വന്ന സ്വഹാബിമാർ ഒരു യുദ്ധമില്ലാതെ മക്കാ നഗരം മുഴുവൻ ഹബീബിന്റെ പരിധിയിലേക്ക് വന്ന് നബി തങ്ങളെ ആട്ടിയോടിക്കാൻ ഹബീബിനെ തുരത്താനും അനുയായികളെ നാട് കടത്താനും അനുയായികളെ ദ്രോഹിക്കാനും മുന്നിട്ടിറങ്ങിയ മുഴുവൻ ആളുകളും ഹബീബിന്റെ മുമ്പിൽ അവിടെയുണ്ട്. മക്കയിൽ കൊല്ലപ്പെട്ട സ്വനാദീദ് ഖുറൈശ് ഒഴികെ ബാക്കിയൊക്കെ അവിടെ മുമ്പിലുണ്ട്. തങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പറയില്ലേ, നിങ്ങൾക്ക് ഭരണം കിട്ടിയവർ കാണിച്ചു തരാം. അങ്ങനെ പറയാം. പഞ്ചായത്ത് വാർഡ് മുതൽ പറയുക ഡയലോഗില്ലേ, അടുത്ത തവണ കാണിച്ചു തരാം. പള്ളി കമ്മിറ്റി പറയുമ്പോൾ, മദ്രസ കമ്മിറ്റി പറഞ്ഞപ്പോൾ ചില നാടുകളിലൊക്കെ നിങ്ങൾക്ക് ഭരണം കിട്ടട്ടെ, അപ്പോൾ കാണിച്ചു തരാം. തങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? അതാണ് ബുദ്ധി, അതാണ് വിജയം. അധികാരവും കരുത്തും ശക്തിയും കയ്യിലുണ്ടായിരിക്കെ തങ്ങളോട് അനീതി ചെയ്തവർക്കും മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയുക, അതല്ലേ ആണത്വം. തങ്ങൾ ചോദിച്ചു, നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അറബികളുടെ പഴയ കഥ അനുസരിച്ച് അധികാരം കിട്ടിയവൻ കരുത്തുള്ളവൻ കരുത്തില്ലാത്തവന് വെറുതെ വിടില്ല, വകവരുച്ചു. ഹബീബിനെ മനസ്സിലാക്കി. അവർ പറഞ്ഞു, കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അഖുൻ കരീം വബിനു അഖിൻ കരീം, ഞങ്ങളുടെ മാന്യനായ സഹോദരനല്ലോ മുഹമ്മദേ നിങ്ങൾ, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ മകനല്ലയോ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് നബി തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, ഇദ്ഹബൂ ഫഅൻതു. സസ്തമായ അബൂ സുഫിയാൻ എന്ന് പറയില്ലേ, അവരുടെ മുഴുവൻ പേര് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നാണ്. ഈ തങ്ങൾ മാപ്പ് തന്നാലും എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അവർ ഉറപ്പിച്ചു തങ്ങൾ മാപ്പ് തരില്ലെന്ന് വിചാരിച്ച് ഓടുകയാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹാരിത്ത് മക്കളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടുന്നത് കണ്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇലാ അയ്ന തസീറു യാ അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്തെ, എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? എങ്ങോട്ടായി ഓട്ടം? മരുഭൂമിയിലേക്ക് പോവാണ്. അഖ്റുജു ഇല സ്വഹാബ ഫഅമൂതു അന, ഞാനും വഅത്ഫാലി, എൻ്റെ മക്കളും, ജൂഅൻ വഉരിയൻ വഅത്ഷാ, ഞങ്ങൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ പുതപ്പില്ലാതെ ഞങ്ങൾ ആ മരുഭൂമിയിൽ കടന്ന് മരിക്കാൻ പോവാണ്. എന്തിന് ജീവിക്കണം? മക്ക മുഹമ്മദ് നബിയുടെ കയ്യിൽ വന്നില്ലേ, എന്തിന് ജീവിക്കണം? ഇവിടെ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? പോവാൻ ഞങ്ങൾ വെയിൽ കൊണ്ട് മരിക്കട്ടെ, ഞാനും എൻ്റെ മക്കളും മരുഭൂമിയിലേക്ക് പോവാൻ. തങ്ങൾ ചോദിച്ചു, വലിമാതാ, എന്തിനാ നിങ്ങൾ ഈ പോകുന്നത്? പറഞ്ഞു, ഇന്നദറകനി മുഹമ്മദുൻ ഖതഅനി ബിസൈഫി ഇറബൻ ഇറബാ, എന്നെ മുഹമ്മദ് നബി തങ്ങളെങ്ങാനും കണ്ടാൽ എന്നെ വാളുകൊണ്ട് വെട്ടി പീസാക്കില്ലേ? കാരണം അത്രക്കുമേൽ മുഹമ്മദ് നബിയോട് ഉപദ്രവം ചെയ്ത ആളല്ലേ ഞാൻ എന്ന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെ ഇബ്നു അമ്മായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ് ഇലൈഹി അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസേ, ആ റസൂലിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തിനെ ചെറിയ മക്കൾ, നിന്റെ ഭാര്യ മക്കളെ കുടുംബത്തെ ഉമ്മയെ കൊണ്ടുപോയി എന്തിന് മരുഭൂമിയിലെ ഈ ചൂടിൽ പോയി നീ വെള്ളവും ഭക്ഷണവും കിട്ടാതെ എന്തിന് ആത്മഹത്യ ചെയ്യണം? എന്തിന് കടുങ്കൈ ചെയ്യണം? മുഹമ്മദ് നബി തങ്ങളെ നീ എന്ന് ചെന്ന് കാണണം. വസല്ലിം അലൈഹി ബിന്നുബുവ, പ്രവാചകരുടെ പ്രവാചകത്വം നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതറിഞ്ഞിട്ട് നിന്റെ അധികാരവും നിന്റെ അഭിമാന ബോധവും, നീയൊക്കെ നാട്ടിലെ ശിർക്കിന്റെ കോമരങ്ങളായി തുള്ളിയ ആളുകളാണ്, ബഹുദൈവ ആരാധനയെ പ്രമോട്ട് ചെയ്ത ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും ഏകദൈവമാണ് പ്രപഞ്ചത്തിന്റെ സത്താവ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ വിശ്വാസം നിനക്ക് പിടിക്കാൻ വന്നു. ആ ഒരൊറ്റ തെറ്റല്ലാതെ മുഹമ്മദ് നബി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നബി തങ്ങൾ നിങ്ങളുടെ വീട് ആക്രമിച്ചോ? പ്രവാചകന്റെ അനുയായികൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ആകെ നിങ്ങളോട് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സത്താവ് ഒരേ ഒരുത്തനാണ്, ഈ കണ്ണ് പടച്ചു തന്നവനാണ് അവൻ. ഈ കൊച്ചു കണ്ണുകൊണ്ട് അള്ളാനെ കാണണമെന്ന് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പമറിയുന്ന ഒരു മനുഷ്യന് തന്റെ കണ്ണിന്റെ ഈ കൊച്ചു 2 സാധനത്തിന്റെ മുമ്പിൽ എനിക്കെന്റെ പടച്ചവനെ കാണണമെന്ന് പറഞ്ഞാൽ ഈ മഹാലോകം സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ എത്ര ചെറുതായി കാണിക്കലാണത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകളെ പടച്ചവൻ അവനാണ് അല്ലാഹു. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണാത്തത് വിശ്വസിക്കൂല എന്ന് പറയുന്നവരറിയണം. അല്ലാഹുവിനെ എന്റെ കണ്ണുകൊണ്ട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നത് അല്ലാഹുവിനെ പച്ചാക്കലല്ലേ? എന്താ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം? എത്രയാ ഭൂമിന്റെ വലുപ്പം? ഇതിനേക്കാൾ എത്ര ആയിരം മടങ്ങ് വലുപ്പമുള്ളതാണ് സൂര്യൻ. അങ്ങനത്തെ ബില്യൺ കണക്കിന് നക്ഷത്രഗോളങ്ങളാണ് ഒരു ഗാലക്സി എന്ന മിൽക്കി വേയിൽ. അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള അനന്തമായ വിശാലമാകുന്ന ഈ പ്രപഞ്ചം ഇതൊക്കെ പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ശരീരത്തിന്റെ ഒരു ചെറിയ 2 ഐബോൾ അല്ലേ, ചെറിയ 2 കണ്ണ്, ഇതിന്റെ മുമ്പിൽ അന്നങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്നത് ധിക്കാരല്ലേ ആ ചോദിക്കുന്നത്? അള്ളാഹുവിനെ ചെറുതാക്കലല്ലേ ആ ചോദ്യം?
എൻ്റെ കണ്ണിൽ കാണണം, എൻ്റെ കണ്ണത്ര വലിപ്പുണ്ട് അതിയാവും. എൻ്റെ കണ്ണിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞതാ ഷുഗർ പിടിച്ചാൽ പോണ കാഴ്ചയുണ്ട് അല്ലേ? ആ കണ്ണിൻ്റെ മുമ്പിൽ അള്ളാഹിനെ കാണണം, എന്നാലേ വിശ്വസിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കേണ്ട. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഇത്രയായിരം തെളിവുകൾ നിന്റെ മുമ്പിൽ തന്നിട്ട് ഇനി അള്ളാഹിനെ കാണുന്നതല്ലേ? വാപ്പാൻ്റെ ചെക്കും കിട്ടി, വാപ്പാൻ്റെ കത്തും കിട്ടി, വാപ്പാൻ്റെ അടുത്ത് വിവരം കിട്ടി, എല്ലാം കിട്ടി. വാപ്പാനെ കാണട്ടെ എന്ന് ചോദിക്കുന്നത് എല്ലാം അള്ളാഹു ഖുർആനും തന്നു, നബിയും തന്നു. ഈ ലോകവും മഴ, എന്താ ഈ മഴ പെയ്യുന്നത് പറയുന്നത്? നമ്മളിപ്പോൾ എത്ര മഴ കണ്ടു, ഈ ഒരു വാതിൻ്റെ അടിയിൽ എത്ര മഴ പെയ്യുന്നു, എത്ര വെള്ളമാണ്. നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് എത്ര വെള്ളം കൊണ്ടുള്ളൂ. ആ വെള്ളം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കൈ പിടിച്ചു നോക്കി എത്രയുടെ ഭാരം. ഒരു ബക്കറ്റ് വെള്ളം മുമ്പൊക്കെ നമ്മളങ്ങനെയല്ല കിണറ്റിൽ നോക്കിയിട്ടല്ല ബാത്റൂം കൊണ്ടുപോവുക. ഒരു ബക്കറ്റ് വെള്ളം, ഈ വെള്ളം നമ്മുടെ ഒരു ടാങ്കിന് താങ്ങാൻ കഴിയും. ഈ മഴ പെയ്യുന്ന വെള്ളം അള്ളാഹു ആകാശത്ത് ക്ലൗഡിൽ ഈ വെള്ളം സൂക്ഷിച്ച് വെച്ച്, ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങണില്ല ഈ മേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ, ഒരു കുഴപ്പമില്ലല്ലോ, ഐസ് കട്ടയൊന്നുമല്ലല്ലോ. ആ പുക പോലത്തെ മേഘപടലങ്ങളെ ഒരു പ്രത്യേക സാഹചര്യം എന്നാ പറയുന്നത്, അങ്ങനെ പറയാൻ കഴിയും. അള്ളാഹ് ഉണ്ടാക്കുന്നതാണ്. യുനസ്സിലുൽ ഗൈഥ, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അള്ളാഹു മഴ പെയ്യിപ്പിച്ചില്ല. കോടിക്കണക്കിന് ഗാലൻ വെള്ളം ഒരു സ്റ്റോറേജും ഒരു ടാങ്കും ഇല്ലാതെ ഈ ആകാശത്ത് അള്ളാഹു സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എത്രയാണ് പ്രപഞ്ചത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇനി അള്ളാഹിനെ മനസ്സിലായിട്ടില്ല എന്നാണ് യുക്തിവാദികൾ പറയുന്നത്. തആല അല്ലാഹു അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ. കണ്ണുകളെ പടച്ചവനാണവൻ, പക്ഷെ കണ്ണുകളെ കൊണ്ട് അവനെ കാണണം എന്ന് പറയുന്നത് ധിക്കാരമാണ്. അള്ളാഹുവിൻ്റെ വലുപ്പം മനസ്സിലാക്കാത്തവരെ പറയാം. നമ്മുടെ ബക്കറ്റുമായിട്ട് വിളിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അല്ല, നമ്മുടെ തേൻ വാങ്ങിയവരോ വാങ്ങിയാക്കാത്തവരോ ഒക്കെ ഉണ്ടാവാം. ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് കൂടെ ഉണ്ടാവും. കൊടുക്കും. നാളെ വേദനുണ്ടാവും. നാളെയല്ലല്ലോ, അപ്പോൾ പിന്നെ വേഗം ആയിക്കോട്ടെ. ഇനിയിപ്പോൾ തേങ്കുപ്പിയൊക്കെ ബാക്കി എല്ലാവരും വരെ കൊണ്ടുപോയി കുറിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും കിട്ടില്ലേ ഹൈറ്. സഹോദരിമാരും സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യാം, നന്നായിട്ട് സഹായിക്കും. അലി റളിയല്ലാഹു അൻഹു പറയാം, അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ ആത്മഹത്യ ചെയ്യാൻ പോവുകയല്ലേ, എനിക്ക് നബിയെ മനസ്സിലായിട്ടില്ലേ, എനിക്ക് റസൂലിനെ മനസ്സിലായില്ലേ. ഈ യുക്തിവാദികളൊക്കെ നമ്മുടെ ഈ ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും അടിസ്ഥാനരഹിതമായ പല കഥകളുണ്ടാക്കി ചില ഹദീസുകളുടെ പശ്ചാത്തലവും ആശയവും മനസ്സിലാക്കാതെ വ്യാഖ്യാനം ചെയ്ത് മുത്തനബിതങ്ങളെ താറടിക്കുന്നതാണ് ഭയങ്കര വേദന തോന്നുന്നത്. ഈ മുത്തായ നബി ഇവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അവർ പറയുന്ന ആശയങ്ങൾ ശരിയാണെന്ന് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് പറയുന്നത് ഫേസ്ബുക്കിൽ യുക്തിവാദികൾ കടന്ന് നിറഞ്ഞ അള്ളാഹു ബുദ്ധി കൊടുക്കട്ടെ. അറിയാത്തത് കൊണ്ടായിരിക്കും ഈ നബിയെ അവരറിയും. മനസ്സിലെവിടെയോ ഇതൊക്കെ ചെയ്ത ഒരു മഹാവിപ്ലവകാരി നിബിധങ്ങൾ ചെയ്തതിൽ കൊട്ടാരുണ്ടാക്കാനാണോ? തങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചോ അതൊക്കെ ചെയ്തിട്ട്? ഒരാൾ ഇത്രയും ത്യാഗം സഹിച്ചാൽ ഒന്നുകിൽ ഭൗതിക നേട്ടം വേണം. നബി എന്തെങ്കിലും ഭൗതിക നേട്ടം ചെയ്തില്ലല്ലോ. ഞാൻ ഈ ചെയ്യുന്ന പ്രബോധനത്തിന് അള്ളാഹു നൽകുന്ന കൂലി മതി, ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ, നീ ആ പ്രവാചകന്റെ അരികത്തേക്ക് ചെല്ലുകയാൽ പിതങ്ങളുടെ പ്രവാചകത്വം നീ അംഗീകരിക്കുക. യൂസുഫ് നബിയോട്, യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സ്വന്തം ജ്യേഷ്ഠന്മാർ യൂസുഫ് നബിയോട് പറഞ്ഞ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലെ ചരിത്രം നമുക്കറിയാലോ. ആ നബി ആരായി? ആയിട്ട് മാറി. അങ്ങനെയാണല്ലോ പഴയ കാലത്തെ തറവാട്ടിലൊക്കെ പ്ലേറ്റ് കഴുകാൻ നിന്ന ആൾക്കാരാണ് ഇന്നത്തെ വലിയ മുതലാളിമാർ. അന്നത്തെ വലിയ ജന്മിമാരിപ്പോൾ ഒന്നുമില്ല, ഇവരെ വീട്ടിൽ ജോലി ചെയ്യാൻ പോയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കണില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലെറിഞ്ഞു. ആ മഹാൻ രാജാവായിട്ട് മാറി. യൂസുഫ് നബിയാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവര് പറഞ്ഞു, തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ ഇൻ കുന്നാ ലഖാതിഈൻ. യൂസുഫ് നബിയേ, അല്ലാഹു നിങ്ങൾക്ക് ഞങ്ങളെക്കാളും ഒരുപാട് നന്മ നൽകിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. യൂസുഫേ, ഞങ്ങളോട് പൊറുക്കണേ എന്ന് കൊച്ചനുജനോട് ജ്യേഷ്ഠന്മാർ പറഞ്ഞ പോലെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ല അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ നബിയോട് പറയും, നബിയേ, അല്ലാഹു നിങ്ങൾ ഒരുപാട് ഉയർത്തി, ഞങ്ങൾ ഒരുപാട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നബിയെ, ഞങ്ങൾ പാപം ചെയ്തു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് ഹബീബിനോടൊന്ന് പറയാം. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ, ഈ പിഞ്ചു മക്കളെയും കൊണ്ട് മരുഭൂമിയിൽ ചെന്ന് നീ ആത്മഹത്യ ചെയ്തിട്ട് അതൊരു പരിഹാരമല്ല. സുർമാനെ ചെന്ന് കാണു, നീ ഒന്ന് കണ്ടോ, നീ ഒന്ന് കണ്ടോ ഹബീബിനെ, നീ കണ്ടോ, ചെന്ന് നോക്ക അബൂ സുഫിയാൻ എന്ന് സ്വന്തം എളാപ്പാന്റെ മകൻ പറഞ്ഞപ്പോ, അലീതങ്ങൾ പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ കേട്ടു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഹബീബിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നാവ് കൊണ്ട് പറയാൻ വഴങ്ങാതിരുന്ന ആ വാക്ക് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിന്റെ നാവിലൂടെ വന്നു, അല്ലാഹുവിന്റെ തിരുദൂതരേ, ലോകരക്ഷിതാവ് എന്താണോ മനുഷ്യരോട് സംവദിക്കുന്നത് അത് മനുഷ്യരോട് ഡയറക്റ്റ് അല്ലാഹു സംസാരിക്കില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഒരു പ്രവാചകനിലൂടെയല്ലാതെ ആ പ്രവാചകനാണ്
മനുഷ്യരോട് സഖാവായ മനുഷ്യനെ പടച്ചവൻ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നുവോ ആ നിർദ്ദേശങ്ങളെ മനുഷ്യരിൽ കൊടുക്കാൻ വന്ന അന്ത്യ റസൂലാണ് നബിയേ നിങ്ങൾ. സലാമു അലൈക യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, റസൂലേ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് യൂസുഫിലെ 91-ാമത്തെ ആയത്തിന്റെ ഓതി കൊടുത്തു. അല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. നബിയേ ഞങ്ങളെക്കാളും ഒരുപാട് അല്ലാഹു നിങ്ങളെ ഉയർത്തിയിരുന്നു നബിയേ. അല്ലാഹു നിങ്ങൾക്ക് സ്ഥാനം തന്നു. ഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട് നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞു മാപ്പ് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുയർത്തി നോക്കുമ്പോൾ ഹബീബായ തങ്ങൾക്കെതിരെ ഏറ്റവും ദുഷിച്ച ഏറ്റവും മോശപ്പെട്ട തെറികൾ പറഞ്ഞിരുന്ന ആളായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ് അതേ പേരുള്ള ആളായതുകൊണ്ട് പറയാണ്, അദ്ദേഹം നബി തങ്ങളെ മനസ്സിലാക്കിയ ആളാണ്. പലപ്പോഴും നബിയെ കൊല്ലണം എന്ന അബൂജഹൽ വരെ പറയുമ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്, കൊല്ലണോ? മുഹമ്മദ് നബിയുടെ വാക്കുകൾ, അവരുടെ ചിന്തകൾ, അതൊക്കെ നഷ്ടമാവില്ലേ ആ മഹാനെ കൊന്നാൽ? അവരെ മഹാൻ എന്ന് പറയില്ല, നബിയെ കൊന്നാൽ കൊല്ലാണ്ട് വല്ല വകുപ്പുണ്ടോ എന്ന് എപ്പോഴും പറയുമായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്. ഇത് അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ് നബിയോട് മാപ്പ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് പുഞ്ചിരി വിടർന്നു. വഖത്തറത് ലഹയതുഹു ബിദ്ദുമൂ, ഹബീബിന്റെ താടി രോമത്തിലൂടെ കണ്ണുനീരുകൾ വരാൻ തുടങ്ങി. ഹബീബായ നബി സന്തോഷിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ആഖിറം രക്ഷപ്പെട്ടുവല്ലോ. സഹാബിയായി മാറില്ലേ? ഇദശ്തബകത് ദുമൂഉൻ ഫീ ഖുദൂദി, إذا اشتبكت دموع في خدودي تبين ممن بكى ممن تباكى. കണ്ണുനീർ കാണുമ്പോൾ മനസ്സിലാവും ആരാണ് ഉണ്ടാക്കി കരയുന്നത്, ആരാണ് ശരിക്കും കരയുന്നത്. إذا اشتبكت دموع في خدودي تبين من بكى ممن تباكى. ഹബീബിന്റെ കണ്ണെന്ന് കണ്ണുനീര് വന്നു. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസും കരയാൻ തുടങ്ങി. കഴിഞ്ഞ കാലത്തെ തിന്മകൾ ഓർത്തുകൊണ്ട് വേണ്ടില്ലായിരുന്നു. ഈ മനോഹരമായ മുഖമുള്ള, ഈ മനോഹരമായ സ്വഭാവമുള്ള, പൂനിലാവ് പോലെ മുഖത്ത് പ്രകാശമുള്ള ഹബീബുനാ റസൂലുള്ളാഹ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മരുഭൂമിയിൽ നിന്നൊരു നേരം എനിക്ക് ഓർമ്മയുണ്ട്, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. മരുഭൂമി നമുക്ക് നമ്മുടെ നാട് പോലെയല്ലല്ലോ, കുന്നും മലയൊന്നുമില്ല, തുറന്ന് കാണാം ആകാശം. ആകാശം കാണല്ലേ, മരത്തിനുള്ളിലൂടെ തുറന്ന് കാണില്ലേ. ഞാൻ ആ മരുഭൂമിയിൽ നിന്ന് നേരം ഓർമ്മയുണ്ട്, രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ 14-ാം രാവിലെ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിലാണ് ഞാനും റസൂലും മരുഭൂമിയിൽ നിൽക്കുന്നത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലവജ്ഹു റസൂലില്ലാഹി അജ്മലു മിനൽ ഖമരി, റസൂലുള്ളാഹിന്റെ മുഖം ആ ചന്ദ്രനേക്കാളും ശോഭയും ഭംഗിയുമുള്ളതായിരുന്നുവെന്ന് ഹബീബിന്റെ ഖാദിമായ സ്വഹാബികളിൽ 100 കൊല്ലത്തോളം ജീവിച്ച സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ ഖാദിമായ സ്വഹാബി പറയാം, ആ ചന്ദ്രന്റെ മുഖത്ത് ഞാൻ ചന്ദ്രനെ നോക്കും, ഹബീബിന്റെ മുഖത്ത് ചന്ദ്രനേക്കാളും ശോഭ ഹബീബിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് പറയാം, എന്തിനെ ഞാൻ ഈ ഹബീബിനെ ചീത്ത വിളിച്ചത്? എന്തിനെ ഞാൻ കുറച്ച് നേരത്തെ വന്നൂടായിരുന്നോ എനിക്ക്? എന്തേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തു. ഇതേ സൂറത്തിലെ ഈ ആയത്തിന്റെ ബാക്കി നബി തങ്ങൾ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിനോട് ഓതി കൊടുത്തു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസേ, നിന്നോട് നാം പ്രതികാരം ചോദിക്കുകയില്ല. പ്രതികാരമില്ല. ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, നമ്മോട് ചീത്ത പറയില്ല. നമ്മൾ ഒരുപാട് ആളുകളെ നീ കൊന്നിട്ടുണ്ട്, നീ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയില്ലേ? യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റാഹിമീൻ, ഏറ്റവും വലിയ കാരുണ്യവാനല്ലേ അല്ലാഹു അല്ലേ ഏറ്റവും വലിയ കാരുണ്യവാൻ. ഈ രീതിയിലാണ് ഹബീബ് തിന്മകളെ സമീപിച്ചത്. ഹബീബിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അയാൾ പറയുന്ന വാക്ക് അത്ഭുതമാണ്. വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവരെ, തിന്മകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ, വ്യഭിചാരത്തിന്റെ വീഡിയോകൾ അത് കണ്ട് അഡിക്റ്റുകളായവരെ, കുടുംബജീവിതം തകർന്നവരെ, സ്വന്തം ഭാര്യയുടെ പോലും മുഖത്ത് നോക്കാതെ സ്ക്രീനിൽ നോക്കി സമയം കളയുന്നവരെ, തിരുബിതങ്ങളുടെ മുമ്പിൽ വന്ന ഈ സംഭവം ഓർക്കണേ. ഒരാൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ തിരുദൂതരാണ്. വഅതൂബു മിൻ കുല്ലി മഅസിയത്തിൻ ഇല്ല സിനാ, എല്ലാ തെറ്റിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു നബിയേ. ഇല്ല സിനാ, വ്യഭിചാരം എനിക്ക് നിർത്താൻ കഴിയില്ല നബിയേ. മാത്രം പറയരുത് നബിയേ, ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം.
കാണാൻ ചുരുക്കുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ പിന്നാലെ പോയി പോകും. ഇതിൻ്റെ ഒരു അസുഖമാണ്. അത് നബി, അത് മാത്രം. അതൊക്കെ ഞാൻ സക്കാത്ത് കൊടുക്കും, ഹജ്ജ് കൊടുക്കും, സ്വതക്ക ചെയ്യും, ഹജ്ജ് ചെയ്യും, എല്ലാം ചെയ്യും നബിയെ. പക്ഷേ വ്യഭിചാരം അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് മാത്രം ഞാൻ തൗബ ചെയ്യണില്ല, ബാക്കിയൊക്കെ ഞാൻ മടങ്ങി. ഈ ഒരു തെറ്റും ചെയ്യുന്നു. ഇസ്ലാം സ്വീകരിക്കാൻ വ്യഭിചാരം മാത്രം എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. സ്വഹാബിമാര് ഈ ആൾക്കെതിരെ അയാളെ ഒന്ന് അച്ചടക്കം പഠിപ്പിക്കാൻ ശുദ്ധനായി എഴുന്നേറ്റു എന്നാണ് ചരിത്രം. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഫഇന്നഹു യതകല്ലമു ബിൽ ഫാഹിഷ, മോശമായ കാര്യമാണ് നബിയുടെ മുമ്പിൽ പറയുന്നത്. സ്വഹാബിക്ക് സഹിക്കൂല. ഹബീബിന് മുമ്പ് പറയാ, എനിക്ക് വ്യഭിചാരം മാത്രം ചെയ്യാതിരിക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം. ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരിക്കും? തങ്ങൾ എന്ത് ചെയ്തു? ഇയാളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മയെ തിരുത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങൾ അയാളൊന്ന് വിടുമോ? നിങ്ങൾ അയാളെ വിട്ടേക്ക്, നിങ്ങൾ ആരും അയാളുടെ പിന്നാലെ കൂടല്ല്. ഹബീബിന്റെ അരികത്ത് കൊണ്ടുവന്നിരുത്തി. ഒരു പെണ്ണ് വിടിയാൻ നിങ്ങൾ കൊണ്ടുവന്നിരുത്തി. ആ ചെറുപ്പക്കാരന്റെ തോളിൽ ഹബീബ് കൈവച്ചു. ഒരു തിന്മയെ തിരുത്താണ്. കുറെ ഒച്ചപ്പാടുണ്ടാക്കി, ബഹളുണ്ടാക്കി, പുറത്ത് കുറെ അടി കൊടുക്കലല്ല തിരുത്തൽ, മനസ്സിനെ തിരുത്താൻ കഴിയാം. തങ്ങളയാൾ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മക്കല്ലേ, ഉമ്മാന്റെ അടുത്ത് ഒരാളിങ്ങനെ കയറി പോകണത് ഇഷ്ടാവോ ചോദിച്ചു. ണല്ലോ കുടുംബബോധം, ഭയങ്കര അഭിമാനബോധം. ഉമ്മാക്ക് ഈ പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഇഷ്ടാവോന്ന് ചോദിച്ചു. നിന്റെ മുതിർന്ന ജ്യേഷ്ഠത്തി, നമ്മുടെ നാടുകളിൽ ഒരു കോളേജ് പ്രായം എത്തുന്ന സമയം കണ്ടവരുടെ കൂടെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങുകയും പല രാത്രികളും പലയിടത്തും തങ്ങിയിട്ട് 4-5 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് നിനക്ക് ഇഷ്ടാവോ? നിന്റെ പെങ്ങള് ഈ വ്യഭിചാരം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ? ലാ വല്ലാഹ്, പറ്റില്ല നബിയെ, പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. കല്യാണം കഴിച്ചാൽ എനിക്ക് കുട്ടി ഉണ്ടാവും അല്ലേ? എന്റെ കുട്ടിക്ക് പ്രായപൂർത്തിക്കായ, എൻ്റെ കുട്ടീൻ്റെ കല്യാണ പ്രായമൊക്കെ എത്തുമ്പോൾ എൻ്റെ കുട്ടി പറയും കല്യാണം വേണ്ട, ഞാൻ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ്, എക്സ്കർഷൻ പോവാണ്, കൂട്ടുകാരൊക്കെ ഉണ്ട്. ആരാ കൂട്ടുകാർ? ആൺകുട്ടികളാണ്, അവരുടെ കൂടെ പോവാണ്. നീ ഇഷ്ടപ്പെടുമോ? നിന്റെ പെങ്ങള്, നിന്റെ മോള്, നിന്റെ മോള്, വിവാഹപ്രായമെത്തിയ മോള് ഒരുപാട് കണ്ടവരുടെ കൂടെ കഴിയുന്നതും കൂടെ ഉറങ്ങുന്നതും നിനക്ക് ഇഷ്ടമാകുമോ? ലാ വല്ലാഹ്, ഇല്ല നബിയേ, അല്ലാഹനെ തന്നെയാണ് സത്യം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഭാര്യന്റെ അരികത്ത്, നിന്റെ ഭാര്യയുടെ അരികത്ത് മറ്റൊരാൾ വന്ന് കടന്നു എന്നറിഞ്ഞാൽ നീ അത് ഇഷ്ടപ്പെടുമോ? സ്വഹാബി, നീ ഇഷ്ടപ്പെടുമോ? എത്രയോ ഭാര്യമാരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ ഭർത്താക്കന്മാരോട് തുറന്നു പറയും. ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കള്, വിവാഹം നടക്കുന്ന ദിവസങ്ങൾ, സദ്യകൾ നടക്കുന്ന ദിവസങ്ങൾ പരസ്പരം വഴിവിട്ട ബന്ധങ്ങളായി മാറുമ്പോൾ പിന്നെ പശ്ചാത്തപിച്ചിട്ട് ഭർത്താവിനോട് സങ്കടം സഹിക്കാൻ പറ്റാതെ ആരോടെങ്കിലും പറയണ്ടേ ഒരു പാതകം പറ്റിയത് എന്ന് വിചാരിച്ച് സ്വന്തം ഭർത്താവിനോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, എന്നോട് ഉറപ്പ് വിചാരിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കളോ അല്ലാത്തവരോ ആയവരുമായുണ്ടായ അവിഹിത ബന്ധങ്ങളെ സംബന്ധിച്ച് ഭർത്താവ് അങ്ങോട്ട് പറയുകയോ അവൾ ഇങ്ങോട്ട് പറയുകയോ ചെയ്താൽ എത്ര പ്രോമിസ് ചെയ്ത് എനിക്ക് പ്രശ്നമല്ല, നീ ഒന്ന് പറയ് എന്ന് വാക്ക് കൊടുത്ത് ഞാൻ നിന്നെ വെറുക്കില്ല, നിന്നോടൊരു ദേഷ്യവും എനിക്ക് തോന്നില്ല, ഉള്ളതുപോലെ പറയ് എന്ന് 1000 തവണ സത്യം ചെയ്യിപ്പിച്ച് പറയിപ്പിച്ചാൽ പോലും, അങ്ങനെ പറഞ്ഞാൽ പോലും കൽബിന്റെ ഉള്ളിൽ ആ ഒരു വേദന തളം കെട്ടി നിൽക്കുകയും എനിക്ക് അവകാശപ്പെട്ട എന്റെ ജീവിതം നീ മറ്റൊരാൾക്ക് കൊടുത്തല്ലേ എന്ന ആ ഒരു വേദനയുടെ പേരിൽ വിവാഹമോചനങ്ങൾ നടന്നത് എത്രയാണ്? സഹിക്കാൻ പറ്റൂല, ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സംഭവിച്ചു പോയ തെറ്റുകൾ ആരോടും ഏറ്റു പറയല്ലേ. കുമ്പസാരം ഇസ്ലാമിലില്ല. ഒരു ഉസ്താദിനോടും ഒരു മുലിയാരോടും ഒരു പണ്ഡിതനോട് പോലും അവരവൻ ചെയ്ത തെറ്റുകൾ പറയേണ്ട കാര്യമില്ല. പറയരുത്. അല്ലാഹുവിലേക്ക് കൈയുയർത്ത് രാത്രി നേരങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. മുസല്ലവിരിക്ക് സുബഹിക്ക് വാങ്ങ് വിളിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, വീണ്ടും 2 നിസ്കരിക്കുക. അങ്ങനെ നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ താണുകയാണ് സുജൂദിൽ കിടന്നു റബ്ബേ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി, പടച്ചവനെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ കൽബുകളെ നീ ഉറപ്പിച്ചു തരണേ, എനിക്ക് മാപ്പ് തരണേ എന്ന് അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത് സലാം വീട്ടിയിട്ട് കുറച്ച് ദുആയും കുറച്ച് സ്വലാത്തും ദിക്റും ചൊല്ലിയിട്ട് റബ്ബിനോട് പറയേ. ഒരു മഖ്ലൂഖിനോട് നീ പറയല്ലേ, എന്റെ ഭർത്താവിനോട് നീ പറയേണ്ടതില്ല, എന്റെ ഭാര്യയോട് പറയേണ്ടതില്ല, അല്ലാഹുവിനോട് പറയേ. പടച്ച തമ്പുരാൻ പൊറുക്കുന്ന പോലെ ഒരു മനുഷ്യനും പൊറുക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയില്ലേ? മുത്തനബി തങ്ങൾ ചോദിച്ചു, വ്യഭിചാരം മാത്രം കഴിയില്ല നബിയെ, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവനോട് നിന്റെ സ്വന്തം ഭാര്യ മറ്റൊരാളിന്റെ കൂടെ കിടക്കുന്ന നിനക്ക് ഇഷ്ടമാണോ? ലാ വല്ലാഹ്,
ഒരിക്കലുമില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബ് കൊടുത്ത മറുപടിയുണ്ട്, വഹൽ യറുല്ലാഹുൽ മുസ്ലിമൂന ലിഅഖവാതിഹിം വബനാതിഹിം. നീ വ്യഭിചരിക്കുന്നത്, നീ ചാടിച്ചു കൊണ്ടുപോകുന്നത്, നീ വളച്ചു കൊണ്ടുപോകുന്നത്, നീ നിന്റെ കൂടെ കൂട്ടുന്നത്, നീ നിന്റെ ഫ്രണ്ടായി സ്വീകരിക്കുന്നത്, നീ മലിനപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങളായ പൊതുജനങ്ങളുടെ അവരുടെ പെങ്ങളാണ്, അവരുടെ മോളാണ്, ഒരുത്തന്റെ ഭാര്യയാണ്. അത് മുസ്ലിമീങ്ങൾ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഹബീബായി നബി ചോദിച്ചൊരു ചോദ്യമാണ് ആ ചെറുപ്പക്കാരന്റെ ഖൽബിലേക്ക് കടന്നത്. റബ്ബേ, ഞാൻ ആരെ വ്യഭിചരിച്ചാലും ആ പെണ്ണതിന് സമ്മതിച്ചാലും അവൾ ഒരുത്തന്റെ പെങ്ങളാണ്, ഒരുത്തന്റെ മോളാണ്, ഒരുത്തന്റെ ഭാര്യയാണ്, ഒരുത്തന്റെ ബന്ധുവാണ്. അവരതറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഞാൻ മറ്റൊരാളിന്റെ കുടുംബത്തിന് കയറിയല്ലേ ഞാൻ ഈ മലിനപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഞാൻ അവരുടെ നിലയിൽ നിന്ന് ആലോചിക്കണ്ടേ? ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ പെങ്ങളും എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ എന്റെ മകളോ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവരുടെ പെങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് അതൂബു യാ റസൂലല്ലാഹി മിനസ് സിനാ, നബിയേ വ്യഭിചാരം എനിക്ക് വേണ്ട നബിയേ, വ്യഭിചാരത്തിൽ നിന്ന് തൗബ ചെയ്യുന്നു നബിയേ. فوضع يده صلى الله عليه وسلم على قلب الرجل. ആ മനുഷ്യന്റെ ഖൽബിലേക്ക്, നെഞ്ചിലേക്ക് ഹബീബ് കൈവച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ കരണ്ട് പാസ് ചെയ്യുകയാണ്. ഹബീബിന്റെ കരങ്ങളിലൂടെ ആ ചെറുപ്പക്കാരന്റെ ഖൽബിലേക്ക് ഈമാനിന്റെ കണക്ഷൻ ആവുകയാണ്. എന്നിട്ട് ഹബീബ് പറഞ്ഞൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ തുഹിർ സംഅഹു. നബി അല്ലാഹുവിനോട് ദുആ ഇരക്കുന്നു, റബ്ബേ വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഇവൻ പടച്ചവനെ, അല്ലാഹുമ്മ തുഹിർ സംഅഹു, അവന്റെ കേൾവിയെ നീ ശുദ്ധിയാക്കണേ. കാരണം വ്യഭിചാരത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലൊരു ആഗ്രഹം വരും. അല്ലാഹുമ്മ തുഹിർ സംഅഹു വബസറഹു, പടച്ചവനെ അവന്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കണേ. ഇത് കാണുമ്പോഴാണ് ആഗ്രഹം വരുന്നത്. പച്ചയായ വ്യഭിചാരത്തിന്റെ വീഡിയോകൾ ഇന്ന് ലഭ്യമല്ലേ? പരസ്യമായി ഒരു ലജ്ജയുമില്ലാതെ നാണമില്ലാതെ നഗ്നത കാണിക്കുന്ന എത്ര മനുഷ്യക്കോലങ്ങളായ മൃഗങ്ങളുണ്ട് ലോകത്ത്. എത്ര മൃഗങ്ങളുണ്ട്, എത്ര മൃഗങ്ങൾ, മനുഷ്യക്കോലങ്ങളായ മൃഗങ്ങൾ, നാണം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരെ. അതുകൊണ്ട് കണ്ണുകൾ അഴിച്ചുവിട്ടാൽ ഹൃദയം ഖൽബ് കൊണ്ട് കണ്ണിലൂടെയാണ് ഖൽബിലേക്കുള്ള കണക്ഷൻ. കണ്ണെന്താണോ കാണുന്നത് അതാണ് ഹൃദയം സ്വീകരിക്കുന്നത്, അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത്. ആ ചിന്തകളാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത്, അതാണ് നമ്മുടെ കർമ്മങ്ങളായി പരിണമിക്കുന്നത്. റബ്ബേ, ഇവന്റെ കാതും കണ്ണും നീ ശുദ്ധിയാക്കി കൊടുക്കണേ. അല്ലാഹുവേ, അവന്റെ ജനനേന്ദ്രിയം നീ ശുദ്ധിയാക്കണേ. അവൻ വ്യഭിചാരത്തിലേക്ക് പോകാതെ അവന്റെ ജനനേന്ദ്രിയം നീ സൂക്ഷിക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ പറയില്ലേ, അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പ്രായമെന്ന ആ ഒരു ചോരത്തിളപ്പിന്റെ കാലം. അത് പച്ചയായ നബിയോട് ചോദിക്കാൻ ഇയാൾ ധൈര്യം കാണിച്ചത് ഹബീബിന്റെ സ്വഭാവത്തിന്റെ മേന്മയാണ്. തങ്ങളോട് ഞാൻ അങ്ങനെ ചോദിച്ചാലും എന്റെ റസൂലിനോട് മോശമായി പെരുമാറില്ലെന്ന ഉറപ്പിന്റെ പേരിലാണ് ഹബീബിനോട് അദ്ദേഹം അങ്ങനെ വാക്ക് പറഞ്ഞത്. അത് ഹബീബിന്റെ സ്വഭാവമാണ്, മുത്തുനബി തങ്ങളുടെ സ്വഭാവ ഗുണമാണ്. ആ ഹബീബ് എത്ര മനോഹരമായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരുടെ ഖൽബുകളിൽ നിന്ന് തിന്മയെ പിടിച്ചു പഴുതെടുത്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകളെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഹബീബിന്റെ ഉസ്ലൂബ്, ഹബീബിന്റെ രീതി. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതുകൊണ്ട് സാരോപദേശം ഹബീബിന്റെ ശൈലിയിലായിരിക്കട്ടെ. ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, മനോഹരമായ ഒരു കവിതയുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ ഹുജ്ജത്തുൻ ഫിൽ ലുഗ, ഭാഷയിൽ പോലും തെളിവാണവരെ. മനോഹരമായ അറബ് സാഹിത്യം അറിയുന്ന പ്രഗൽഭനായ ഫിഖ്ഹി പണ്ഡിതൻ, ഹദീസ് മുഹദ്ദിസ് പണ്ഡിതൻ, അനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹ്, തഅമ്മദ്നി ബിനുസ്ഹിക ഫിൽ ഫിറാദി വജന്നിബ്നി നസ്വീഹത ഫിൽ ജമാഅ. تعمدني بنصحك في انفرادي وجنبني النصيحة في الجماعة فإن النصح بين الناس نوع من التوبيخ لا أرضى استماعا فإن خالفتني وعصيت أمري فلا تجزع إذا لم تعط طاعا. ഉപദേശിക്കേണ്ടത് പരസ്യമായിട്ടല്ല, ഉപദേശിക്കേണ്ടത് ഒറ്റയ്ക്ക് വിളിച്ചിട്ടാണ്, സ്വകാര്യമായിട്ടാണ്. മാനം കെടുത്തലല്ല വേണ്ടത്. ഗുരുതരമായ തെറ്റ് ചെയ്തവരോട് പോലും പരസ്യമായി പേര് വിളിച്ചല്ല ആക്ഷേപിക്കേണ്ടത്, ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടാണ് ഉപദേശിക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ രീതി. ആനായ ശാഫിഈ ഇമാം തങ്ങൾ പറയാണ്, പരസ്യമായിട്ട് ഒരാൾ ഗുണദോഷിക്കുന്നത് അയാളെ നാണം കെടുത്തുന്നതിന് തുല്യമാണല്ലോ. അതുകൊണ്ട് എന്നിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നിങ്ങൾ എന്നോട് ഒറ്റക്ക് വന്ന് തിരുത്തണേ. എന്താ, ഒരാൾക്ക് തെറ്റുപറ്റിയാൽ 100,000 ആളുകളുടെ വാട്സപ്പിലൂടെ അത് അവരുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ തൗബീഖ് എന്നാ പറയാ. നാണം കെടുത്ത നസീഹത്തല്ല, ഉപദേശം ഒറ്റക്കാ വിളിക്കണം.
പൊതുവായൊരു വിഷയത്തെ പൊതുവായി പ്രതികരിക്കാം. ഒരു വ്യക്തിയുടെ വിഷയത്തെ ചിലർ എന്താ പറയുക ഒരു പൊതുവായ കത്ത്, തുറന്ന കത്ത് അല്ലേ, തുറന്ന കത്ത് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചാൽ പോരെ, മുപ്പര് അറിയേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെയല്ലേ, സംവിധാനമല്ലേ. ഒരു നേതാവിനോട്, രാഷ്ട്രീയ നേതാവിനോട്, ആരോടാണ് ആ തുറന്ന കത്ത് അവർക്ക് തുറന്നു വിട്ടാൽ പോരെ, അവർക്ക് ഒറ്റയ്ക്ക് വിട്ടാൽ പോരെ. ഇത് പത്രത്തിലാണ് കൊടുക്കുക, തുറന്ന നാണം കെടുത്തുക എന്നതിൻ്റെ അർത്ഥം. നമ്മളേക്ക് ഭയങ്കര സംഭവം ആർട്ടിക്കളാണ് വന്നത്, എന്താണ് ആ ലേഖനം എന്നാ തുറന്ന കത്തുണ്ട് വായിച്ചോന്ന് ചോദിക്കും. ഒരു മനുഷ്യനെ നാണം കെടുത്തുക എന്നതിൻ്റെ അർത്ഥം ചെയ്യാൻ പാടില്ല. നമ്മുടെ സംസ്കാരം അള്ളാൻ്റെ നമുക്കൊക്കെ പറയാം അതൊക്കെ ചെയ്യാൻ ആർക്കും ഇഷ്ടമില്ലാത്തത്, പക്ഷേ പാടില്ലല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കഷ്ടപ്പെടാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ എത്രയോ ആളുകൾ, പാപികളായ ആളുകളുടെ വിഷയം തന്നെ അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അവരെ സ്വീകരിക്കുമെന്നല്ലേ പറഞ്ഞത്. സൂറത്തുൽ ബഖറയിലെ 159 ആയത്ത്. നമ്മൾ തുടങ്ങി 2 മണിക്കൂറായല്ലോ അല്ലേ, സമയം എത്തണ്ടേ? നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടെ അല്ലേ, ഏറെ വേണ്ട, സമയം കുറേ വൈകി. എത്രയായി? 11:30 ആയില്ലേ? വീട്ടിൽ തെച്ചു പോകണ്ടേ? ആന ഇറങ്ങുന്നില്ലല്ലോ, ആന ഇറങ്ങുന്നതൊക്കെ കേൾക്കേണ്ടതുകൊണ്ടേ. അപ്പോൾ ഇനി വീടുകളിലേക്ക് ഈ മഴൻ്റെ ഈ തക്കത്തിലുള്ള വീട്ടിലേക്ക് എത്തിയാൽ സമാധാനമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വളരെ വൈകണ്ട എന്ന് ആഗ്രഹിച്ചു പോവാണ്. ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ ആ ഒരു രീതി, വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ് ലം ഫളൂ മിൻ ഹൗലിക്. പാപികളെ കുറിച്ച് പറഞ്ഞ ഭാഗം സൂറത്തുൽ ബഖറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب إليهم وأنا التواب الرحيم. വിശുദ്ധ വചനങ്ങളിലെ അള്ളാഹുവിന്റെ പ്രസ്താവനകളെ മറച്ചു പിടിച്ച വേദങ്ങൾ നൽകപ്പെട്ടവരെ, ആ വേദക്കാർ അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചതിൽ അള്ളാഹുവിന്റെ അമർഷം രേഖപ്പെടുത്തുകയും അവരെ അള്ളാഹു ശപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തുടരുന്ന വാക്ക് നോക്കണം. തൗബ ചെയ്ത് മടങ്ങിയവരൊഴികെ. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഖൽബിൽ സങ്കടപ്പെടണം, ചെയ്തു പോയ തെറ്റായി പോയ റബ്ബേ. നമ്മൾ തൗബയുടെ ദുആകളൊക്കെ ഉണ്ട്, കിതാബൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓതുമ്പോൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിൽ ശരിക്കും കരുതിയാലേ ആ തൗബയാവുള്ളൂ. വെറുതെ അങ്ങനെ വായിച്ചു കൊണ്ട് കാര്യമില്ല. പച്ച മലയാളത്തിൽ തൗബ ചെയ്യാൻ പറ്റും, അറബിൻ്റെ വേണമെന്നില്ല. അല്ലാഹുവേ പറ്റിപ്പോയി റബ്ബേ, എനിക്ക് മാപ്പ് തരണേ, ഞാൻ ചെയ്യൂല റബ്ബേ, നിനക്ക് ഞാൻ വാക്ക് തന്നു റബ്ബേ, ഞാൻ ചെയ്തത് വലിയ കുറ്റായി പോയിട്ടുണ്ട്. തിന്മ ചെയ്യാതെ കള്ളുകൂടിയെന്ന് തൗബ ചെയ്യണമെങ്കിൽ ആ കുടിച്ച മാല് തീരണം, അല്ലാതെ ആ മോലിൽ തന്നെ തോന്നിയൊരു കാര്യമില്ല. പലിശ ഏർപ്പാട് ചെയ്തുകൊണ്ട് കാണും ഒരു പണി അതന്നെയാണ് ചെയ്യേണ്ട റബ്ബേ, അതല്ല ആ പണിക്ക് രാജിവെച്ചിട്ട് നീ ഇപ്പോഴെ തൗബ ചെയ്യണം. തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാൾക്ക് തൗബ ചെയ്യാൻ കഴിയില്ല. തിന്മയിൽ എന്ന് പറയുന്നത് തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് കഴിഞ്ഞ സംഭവിച്ച തിന്മയെക്കുറിച്ച് നദം, തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാനാണ്. സങ്കടം വരാതെ തൗബൻ്റെ നമ്മളെ വരികളൊക്കെ നമ്മൾ കിതാബുകളിലൊക്കെ ഉണ്ടാവില്ല, മറ്റേ മജ്‌ലിസിലൊക്കെ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്തെന്നറിയും, കൽബിൽ ശരിക്കും ബോധിക്കണം, എന്താണ് ഞാനീ പറയുന്നത്, അപ്പോൾ അത് തൗബയാവുക. ശരിക്കും ബോധിക്കണം, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അന്നദം സങ്കടപ്പെടലാണ്, ഖേദിക്കലാണ്. ഇനി ഒരിക്കലും ഇത് ചെയ്യൂല റബ്ബേ എന്ന് അല്ലാഹുവിന് വാക്ക് കൊടുക്കലാണ്. സാമ്പത്തിക ഇടപാടാണോ, അത് ഇടപാട് കൊടുത്ത് അതിൻ്റെ ഇടപാട് തീർക്കലാണ്. അതിനൊക്കെ തൗബ ഉണ്ടാവുന്നത്. إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. എത്രയോ ശാപമുണ്ട് എന്ന് പറഞ്ഞ വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവരെ തൗബ ചെയ്താൽ, വഅസ്ലഹു അവരെ നന്മ ചെയ്താൽ, വബയ്യനു വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ, ഉലൈക അതൂബു അലൈഹിം വേദങ്ങൾ മറച്ചു പിടിച്ച ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ തൗബ ഞാൻ സ്വീകരിക്കും. വഅന തവ്വാബുർ റഹീം, ഞാൻ തൗബ സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അതാണ് അല്ലാഹുവിന്റെ രീതി. തമ്പുരാൻ കൊണ്ട് ഒരാളോടും പോയി കുമ്പസരിക്കരുത്. ഒരാളോടും, ഒരു സാധനോടും, ഒരു മുതിർന്ന ആളോടും, ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ കുമ്പസരിക്കണ്ട. അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. അള്ളാഹു പുറത്തു തരട്ടെ. വിധങ്ങളുടെ സ്വഭാവം, ഹബീബിന്റെ ദഅവത്തിന്റെ രീതി അതാണ്. അത് പ്രബോധകന്മാര്, വാള് പറയുന്നവര്, സംസാരിക്കുന്നവര്, പ്രസംഗിക്കുന്നവര്, ഖുതുബ പറയുന്നവര്, ജനങ്ങളോട് ഉത്ബോധനം ചെയ്യുന്നവര് മുഴുവൻ ഹബീബിന്റെ ദഅവത്തിന്റെ രീതി മനസ്സിലാക്കണം. അപ്പോഴേ ഹബീബിന്റെ ഇത്തിബാഅ ആവുള്ളൂ എന്ന് പറയില്ലേ.
لقد قال لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ഹബീബിൽ മാതൃക കണ്ട് ഹബീബിന്റെ ഈ ദഅവത്തിലും നസീഹത്തിലും മാതൃക കണ്ട് സ്വീകരിച്ചേ. ദഅവത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഇമാമിങ്ങൾ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദഅവത്തിന്റെ ഹബീബിന്റെ സ്ലൂബുകൾ അതിന്റെ മനസ്സിലാക്കേണ്ട ആളുകൾ അത്തരം വിഷയങ്ങളൊക്കെ താല ചെയ്താൽ വലിയ ഉപകാരപ്പെടുന്നത് എൻ്റെ സഹപ്രവർത്തകരായ ആളുകളോട് മാത്രം സൂചിപ്പിക്കുകയാണ്. ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ-ബജലി റളിയല്ലാഹു അൻഹു എന്ന യൂസുഫ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട നബിയുടെ സ്വഹാബികളിൽ യൂസുഫ് നബിയോളം എന്ന് പറഞ്ഞുകൂടാ, വലിയ സൗന്ദര്യമുള്ള ഒരു സ്വഹാബിയുണ്ട്. സ്വഹാബിന്റെ പേരാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ-ബജലി റളിയല്ലാഹു അൻഹു. ജരീർ നാട്ടിലൊന്നും അങ്ങനെ ജരീർ എന്ന പേരും കേൾക്കില്ലല്ലേ. സ്വഹാബിന്റെ പേര് ജരീർ. ഏത് ഭാഷയിൽ എഴുതാൻ പറ്റും? ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ-ബജലി റളിയല്ലാഹു അൻഹു സ്വഹാബിയുടെ പേരാണ്. യൂസുഫ് സ്വഹാബ, സ്വഹാബികളിലെ യൂസുഫ് നബിയായിരുന്നു എന്ന് പറയുന്ന ആളാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹി അൽ-ബജലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നബി തങ്ങളെ കുറിച്ച് പറയുന്നത്, ഞാൻ നബിയെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഒരു സദസ്സിൽ ചെന്നാൽ നബി തങ്ങൾ നടന്നു പോകുന്നത് കണ്ടാൽ ഞാൻ എവിടെ ചെന്നാലും ഹബീബായ നബി തങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കാണുമ്പോഴെല്ലാം ഹബീബായ നബി പുഞ്ചിരിക്കാതെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പുഞ്ചിരിയാണ്. പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരൊക്കെ ഒന്ന് ശ്വാസം പിടിച്ചിലൊക്കെ ഒന്ന് മാറ്റണം എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അരവാതിലെപ്പോൾ അടഞ്ഞിടക്കാനൊക്കെ പഴയ തലമുറക്ക് അതൊക്കെ വേണ്ടി വരും. പുതിയ തലമുറക്ക് രണ്ടും തുറന്നെടുത്തിട്ട് അവർ സ്വീകരിക്കുന്നതാണ്. പുതിയ രീതി നമ്മൾ വഖാറും സക്കീനത്തൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു നാടിൻ്റെ ജനങ്ങളുടെ ഒരു മനഃശാസ്ത്രം ഉണ്ടാവും. അതനുസരിച്ചേ പെരുമാറാൻ പറ്റും. ജനങ്ങളിലേക്ക് ഇറങ്ങുകയും പുഞ്ചിരിക്കുകയും ചെയ്യണം. ഉസ്താദ് ഒരിക്കലും ചിരിക്കാറില്ല, അതിന് വലിയ പതിലല്ല. നിബിധങ്ങൾ പുഞ്ചിരിച്ചവരാണ്. ചിരിക്കുന്ന ഒച്ച വെച്ച് ചിരിക്കരുത്, പുഞ്ചിരിക്കുക. ദഅവത്ത് ചെയ്യുന്നവരങ്ങനെ ചെയ്യണം. പ്രബോധകന്മാരങ്ങനെ ആവണം. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ ഭീകരജീവികളാവരുത്. കുട്ടികളെ പീഡിപ്പിക്കണം, അടിക്കണം. ഉസ്താദ് ഉസ്താനെ കണ്ടാൽ ബോധ്യപ്പോകും. അങ്ങനത്തെ പോലെ ആയി പോകില്ല. പീഡിപ്പിച്ചിട്ടൊന്നും നമ്മളൊക്കെ അങ്ങനെ പഠിച്ചത്, നമ്മൾ ഉസ്താദന്മാരൊക്കെ അങ്ങനെ പഠിപ്പിച്ചത്. അതൊന്നും പകരം കിട്ടാണ്ടതല്ല. അത് നല്ല പഠന രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അടിച്ചു പഠിപ്പിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഹിഫ്ളിനൊക്കെ മക്കളെ അടിച്ച് വേദനിപ്പിക്കുന്ന മുഹഫ്ളിങ്ങൾ ഭയങ്കര തെറ്റാണ്. അഹ്ലുൽ ഇൽമിനോട് ഇൽമിനെ സ്നേഹിച്ച് വരുന്ന മക്കളാണ്, ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന മക്കളെ നമ്മൾ വെറുപ്പിച്ചിട്ട് പറഞ്ഞേക്കാം. ആ കുട്ടി ജന്മത്തിൽ പിന്നെ ദീൻ പഠിക്കാൻ പറ്റും. അവൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല റാഹത്തിൽ സ്കൂളിലും കോളേജിലും പോയി പഠിക്കുമ്പോൾ ഏത് പ്രയാസവും സഹിച്ച് ജീവിക്കാൻ നമ്മുടെ ഹിഫ്ള് കോളേജുകളിലും ദർസിലും വന്ന് പഠിക്കുന്ന മക്കളെ നമ്മളെ പൊതിരെ തല്ലിയിട്ടും മേടിച്ചിട്ടും എന്താ നമ്മൾ ചെയ്യുന്നത്? ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. ഈ ഹദീസൊക്കെ എവിടെ കിടക്കുന്നു? ദീൻ വെറുപ്പിക്കരുത്, ദീൻ കൊണ്ട് വെറുപ്പുണ്ടാക്കി കൊടുക്കരുത് ആരെയും. അല്ലാഹു തആലയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസ്ലൂബ് അതാണ്. ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി അല്ല ഇത് പറയുന്നത്. ഇത് ലൈവ് പോകുന്നൊരു പ്രോഗ്രാമാണ്. ഒരുപക്ഷെ പിന്നീട് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ആരും ഉദ്ദേശിച്ചു, എനിക്ക് ഇവിടുത്തെ ഒരു കഥ അറിയില്ല, മൊത്തത്തിൽ പറയാം. അങ്ങനെ ആവരുത്. ഒരു അടി പോലും അടിക്കാണ്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റും. എൻ്റെ അനുഭവം, ഞാൻ 17 വർഷം ദുബൈയിലൊക്കെ ആയിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു കുട്ടിയെ അടിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഉണ്ടായാലും അടിക്കൂല, എന്നാലും മക്കൾ പഠിക്കുക. ഏത് കുരുത്തക്കേടുള്ള കുട്ടിയാണെങ്കിലും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചില വാക്കുകളെ കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് അവരുടെ മനസ്സിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ എളുപ്പമാണ്. അല്ലാതെ കുറേ